ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളൊരു ചലഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്. ഇപ്പൊ ഒരാൾക്ക് സ്മെല്ലായിരിക്കും, ഒരാൾക്ക് ടച്ച് ആയിരിക്കും, ഒരാൾക്ക് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കണ്ണ് കിട്ടും. അപ്പം സ്മെല്ലാണെങ്കിൽ മണത്ത് നോക്കിയിട്ട് ആ ഫുഡ് ഏതാണെന്ന് പറയാ. ടച്ച് ആണെങ്കിൽ തൊട്ട് മാത്രം നോക്കുക. ഓക്കെ. പിന്നെ കഴിക്കുന്ന ആളുടേത് ഞാൻ കൈ തരത്തില്ല, ഫുഡ് വായിൽ വെച്ച് കയ്യിൽ പിടിക്കുമ്പോൾ അറിയാലോ, മനസ്സിലായി? അതുകൊണ്ട് കഴിക്കുന്ന ആൾക്കാർക്കും കുറച്ചും കൂടെ ടാസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മാത്രമല്ല, അച്ഛനും കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്, എനിക്കും കൂടെ കളിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അത് അറിയാത്ത കാര്യമായി. ഇവർക്ക് രണ്ടുപേർക്ക് ഐറ്റം ഒന്നുമില്ല, വന്നേക്കുവാണ്. എന്തിനാന്ന് വെച്ചാ രണ്ടുപേരും കൂടെ മേടിച്ച് കെട്ടിക്കോ. ഓക്കെ. അതെ, രണ്ടുപേരും മാറി മാറി നിൽക്കുക കേട്ടാ. ഒരേ റൗണ്ട് ആകുമ്പോഴേ ഉള്ളാകുമ്പോൾ അങ്ങ് മടുക്കും ചിലപ്പോൾ. ഓരോരുത്തരാകുമ്പോഴത്തേന് നിങ്ങൾ പങ്കിട്ടങ്ങ് എടുത്താൽ മതി. തുടങ്ങിയല്ലോ, തുടങ്ങാം. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. എടുത്തോ. അച്ഛന് ടച്ച്, അമ്മയ്ക്ക് സ്മെല്ല്, മുന്നേന് ടേസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് ഐറ്റം വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് വരാം. ആരാ ആദ്യം വരുന്ന? സ്മെല്ല് വരാൻ മുമ്പേ. സ്മെല്ല. അപ്പം ബാക്കി രണ്ടുപേർക്കും നമ്മള് മൂക്കിൽ ഇത് അടിക്കണം കേട്ടോ, സ്റ്റാപ്ലർ. കാരണം നിങ്ങൾക്ക് മണം കിട്ടരുതല്ലോ. മണം കൊണ്ട് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് മണം വല്ലതും കിട്ടുന്ന? നിങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് കിട്ടി, അതാണോ തോന്നുന്നു. ഓക്കെ. അടുത്ത ആരാ? ടച്ച് ആരാ? ആ, അടുത്ത ടച്ചുകാരൻ വന്നേക്കാണ്. ടച്ചൻ ടച്ച് നോക്കിയിട്ട് ഇപ്പൊ പറയും. ഫ്രണ്ടിലുണ്ട്. ഒത്തിരി ഞെക്കല്ല, അത് അവന് കഴിക്കാനും കൂടെ ഉള്ളതാണ്. കിട്ടിയാ? ഓക്കെ. അപ്പം അടുത്ത ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ് അടുത്ത നമ്മുടെ ആള്. ഓക്കെ. അപ്പം നീ എടുക്കണ്ട, ഞാൻ വെച്ച് തരാം, നീ കഴിച്ചു നോക്ക്. ഓക്കെ. കഴിക്കാൻ വയ്യ. നീ കഴിക്കാത്തൊരു ഐറ്റമാണ്. നീ ജീവിതത്തിൽ ഇന്നുവരെ തിന്നിട്ടില്ലത്. ഒന്നുകൂടെ വേണോ? അത്ര ടേസ്റ്റാ? ടേസ്റ്റും ഇല്ലല്ലേ? ടേസ്റ്റ് ഒന്നും തോന്നില്ലേ? ഇല്ല, ഒന്നുമില്ല. ഒരു ടേസ്റ്റും ഇല്ല. ഇല്ലല്ല. റബ്ബർ ചവയ്ക്കുന്നതാണ് കൊണ്ട്. ഓക്കേടാ, അത് റബ്ബറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളെല്ലാരും എഴുതിയോ? എന്തിനാണ് അമ്മ എന്തിനാ എഴുതി നോക്കട്ടെ. തോനെ എഴുതി വെച്ചേക്കണ ചിക്കൻ തെറ്റ്. ആ, റൈറ്റ് ആൻസർ. റൈറ്റ്. ചിക്കൻ കാല്. ഓക്കെ, ചിക്കൻ കാലാണ്. വിരളൊക്കെ ഉള്ളത്. അതെ. കണ്ടില്ലല്ലേ സാധനം? നീ ഉദ്ദേശിച്ചത് മറ്റേ ചിക്കൻ കാലാണാ? നീ തിന്ന എന്താന്നറിയാമോ? ഇതാണ് നീ എടുത്തു വെച്ച് ചവച്ചത്. എനിക്കിത് മനസ്സിലാക്കാൻ അറിയാമോ? ഞാൻ ടച്ച് ചെയ്തിട്ട് ഞാൻ ഈ കാലിലെല്ലാം പിടിച്ചു നോക്കി. അതുകൊണ്ടാ ഇത് ഞാൻ പുഴുങ്ങി എന്റെ തൊലിയെ കളഞ്ഞാണ് കേട്ടാ. അതെ, ഇപ്പൊ രണ്ടുപേരും ശരിയാക്കിട്ടുണ്ട്. ഇവൻ ചിക്കൻ ലെഗ് പീസ് ആണെന്നൊന്നും ഉദ്ദേശിച്ച. ഇവൻ ലെഗ് പീസ് ആണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ കറക്റ്റ് പറഞ്ഞേക്കുന്ന അച്ഛനാണ്. ഇനി നെക്സ്റ്റ് റൗണ്ട് അടുത്തതിൽ അച്ഛൻ വെക്കണോ? ഓക്കെ. ഇനി അടുത്തതിൽ അച്ഛൻ്റെ ഐറ്റത്തിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് വരും കേട്ടോ. ഓക്കെ ഗൈസ്, എനിക്ക് ടേസ്റ്റ് കേട്ടോ. എനിക്ക് ടച്ച്. കിട്ടിയാ? കിട്ടി. മനസ്സിലായോ? ഇത്ര പെട്ടെന്നാ? ഓക്കെ. ഇനി അടുത്ത വല്ല പടവളോ കുമ്പളോ ഒക്കെ ആയിരിക്കും. പടവലോ? അടുത്ത ആള് എന്തിനാ തണുപ്പൊക്കെ? കായ? വെള്ളക്കെ? കുമ്പളങ്ങ? ഒത്തിരി ഉണ്ട്. തോനെ ഉണ്ടല്ല? തോനെ കാണും. ഓ, ഇത് കഴിക്കുന്നതാണോ? അയ്യോ, ഇത് ഞാൻ എവിടെയോ തിന്നിട്ടുണ്ട്. അയ്യോ, ഈ സാധനം ഞാൻ തിന്നിട്ടുണ്ടല്ലോ. അയ്യോ, ഇത് എനിക്കറിയാലോ. ഓക്കെ. ഇനി മാറ്റാല്ലേ? മൂക്കിന്ന് കഴിച്ച് മാറ്റി. മൂക്കിൽ പാടുപെട്ടിട്ട ഇത് ഭയങ്കര ഗീർക്കം.
ഓ സ്മെല് ചെയ്ത ആൾക്കാർക്ക് കറക്റ്റ് കിട്ടിക്കാണും അല്ലേ? പിന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി കാണും. കറക്റ്റ് ടേസ്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അച്ഛന് കത്തിയിലച്ച സത്യമായിട്ട് എനിക്ക് വേണ്ട. കറച്ചവ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മധുരം ഉണ്ടായിരുന്നു. അങ്ങോട്ട് കാണിച്ചോ, ക്യാമറ അങ്ങോട്ട് കാണിച്ചോ. പച്ചമുന്തിരി. പച്ചമുന്തിരി. മൂത്തമ്മ എഴുതി പച്ചമുന്തിരി, ഞാൻ പച്ച ഈത്തക്ക. ആ കറക്റ്റ്. കറക്റ്റാ? യെസ്. പച്ച പാക്ക് ചെടി. പാക്ക് ചെടിയാ? ഇല്ല, പാക്ക് അടയ്ക്കാമരത്തില് പിടിക്കൂലേ പാക്ക്. ഞാൻ എന്റെ കറക്റ്റാ? പക്ഷെ ഇത് കറക്റ്റ് ടേസ്റ്റ് ചെയ്യുന്നവർക്കേ കിട്ടും. സ്മെല്ലില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മൂത്തമ്മ പച്ച മുന്തിരി അതെങ്ങനെ മണത്ത് കണ്ടുപിടിച്ച്? അതെനിക്കറിയത്തില്ല. എടുത്താണ് കൈകൊണ്ട് എടുത്തായിരുന്നാ? ഓ കൈകൊണ്ട് എടുത്തോളൂ സത്യത്തിൽ. ഓ അതാണ് ഞാൻ വിചാരിച്ചു ഇത് എന്തിനു ചെയ്ത് ടാലന്റ് എന്ന്. മനസ്സിലാക്കൂ. ഓക്കെ, ഞാനാണ് കേട്ടോ ശരിയാക്കി കേൾക്കുന്നത്. കൊള്ളായിരുന്നു, നൈസ് സാധനമായിരുന്നു. ഈ റൗണ്ടില് അച്ഛന് ടേസ്റ്റ്, അമ്മയ്ക്ക് ടച്ച്, മുന്നന് സ്മെല്ല്. ഓക്കെ, ഇത് കൈക്ക് എന്നൊരു വാട. ഇത് വെക്കാൻ ഇതാക്കട്ടെ. എവിടെടാ? ഇത് അമ്മയ്ക്ക് പെട്ടെന്ന് കിട്ടും. അമ്മയ്ക്ക് ഇത് സിമ്പിളായി പോയി. കിട്ടിയ എന്നാ പിന്നെ ബാഗിൽ പോയില്ലേ? മണമൊന്നും വരുന്നില്ലേ ഇവനെ? കൊറോണയാ. കിട്ടിയ? അച്ഛൻ ഇങ്ങോട്ട് വാച്ച, അച്ഛനാണ് പൊളി. ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ അച്ഛാ? പിന്നെന്താ തിന്നാൻ കൊള്ളാവുന്ന. ഓ തിന്നുന്നേച്ചാ? തിന്നുന്നതാണ്. ഇതൊക്കെ നമ്മൾ തിന്നുന്ന ഐറ്റമാണ്. ആയിട്ടുള്ളതൊന്നുമല്ലല്ലേ ഇതൊക്കെ വിളഞ്ഞ്. ആ ഇങ്ങോട്ട് നില്ലേ, വാ തുറ. കടിക്കാൻ കിട്ടിയില്ലേ? കടിക്കാൻ കിട്ടിയില്ലേ? എന്തിന് അതിന് കൊമ്പാണ്. മതി മതിയാ? ഇതൊരു വല്ലാത്ത ഗെയിം ആട്ടാ. ഓക്കെ അച്ഛൻ കാണിക്കേ, അങ്ങോട്ട് കാണിച്ചോ, അങ്ങോട്ട് കാണിച്ചോ. ഓക്കെ കറക്റ്റ്, റൈറ്റ് ആൻസർ. ഓക്കെ റൈറ്റ് ആൻസർ. ആ ക്രാബ്, ആ കറക്റ്റ് ആൻസർ. അപ്പം 3 പേരും ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ഓക്കെ എനിക്കതെ അച്ഛനെ ലാസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഊറി. അത് കിട്ടിയില്ല. അപ്പോഴാ പിന്നെ കിട്ടിയത്. അപ്പഴേ മനസ്സിലായത്. ആണ്ടെ എനിക്കിതിനെ തൊട്ടപ്പോഴേ മനസ്സിലായി അവന്റെ കൈ ഓക്കെ ഗൈസ്, എനിക്ക് ടച്ച്, നിങ്ങൾക്ക് സ്മെല്ല്, മൂത്തമ്മയ്ക്ക് ടേസ്റ്റ്. സ്മെല്ലാണ് ആദ്യം പോകുന്നത്. ആ സ്മെല്ല് തുടരുത്, സ്മെല്ല് ചെയ്യാം. ഓക്കെ ആണോ? കിട്ടിയാ? ആ ഓക്കെ വെച്ചോളൂ. ഇവരെ പോലീസിന് എടുക്കണം. അടുത്ത ആരായിരുന്നു? ടച്ച്. ടച്ച് അല്ലേ? ആ ടച്ച് വന്നോളൂ. 2 കൊണ്ട് മുളകും ടച്ച് ചെയ്യാം. ഇവിടെ ബലം പിടിക്കല്ലേ? ബലം പിടിച്ചാൽ കടിക്കുകയും ചെയ്യും. പിടിക്കണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ അടുത്ത് വാങ്ങി തരും. ഓക്കെ എനിക്ക് മനസ്സിലായി, മനസ്സിലായി. ഓക്കെ അല്ലേ? ആ നന്നായി. ബജ്ജി നെയ്യാക്കൂല. സോറി എടാ അതുപോലെ ബജ്ജി ഉദ്ദേശിച്ച അത് തന്നെയാ. അത് ഓക്കെ, ബജ്ജി നെയ്യാക്കൂല. ബജ്ജി ഒരുപാടുണ്ട്. ഇവരിപ്പോ മുളകെന്ന് എഴുതി. ഇവരിപ്പോ മുളകെന്ന് എഴുതി. ഞാൻ നേരത്തെ മേളിൽ എഴുതി. മൂത്തമ്മയുണ്ട് ഫസ്റ്റ് വരുന്ന സ്മെല്ലാണ്. എടുക്കണ്ടല്ലേ? എന്നാ കൈ പിടിച്ചോ, മണത്ത് നോക്കിയോ. കിട്ടിയാ? ഉറപ്പിച്ച്. ഓക്കെ ഓക്കെ, അടുത്തത് അമ്മയാണ്. ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവാ കേട്ടോ. ടേസ്റ്റ് ചെയ്തോ? എങ്ങനെ കൊടുക്കണോ? ആ ടേസ്റ്റ് ചെയ്തോ. ഇങ്ങോട്ട് അത് തന്നെ മനസ്സിലായ? പിന്നെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് തോനെ. എന്റെ പേരറിയത്തില്ല. ഇനി അച്ഛനാണ് കേട്ടോ. ടച്ച് ടച്ച് ചെയ്ത് നോക്കാൻ പോണ അച്ഛൻ.
തീട്ടോ ഇത് അച്ഛ ഇങ്ങനെ തടവി അതിന്റെ ഷേപ്പ് ഒക്കെ മനസ്സിലായ? ഓക്കെ ഓങ്ങ ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും എഴുതിയിട്ടുണ്ട്. അച്ഛൻ എഴുതിയത് എന്താണ്? പിസ്ത ക്രീം എന്നാണ് അച്ഛൻ എഴുതിക്കുന്നത്. അത് തെറ്റാണ്. ഓക്കെ ഞാൻ എഴുതിയ പീനർ ബട്ടർ. പീനർ എന്തിനാ? പീനട്ട് ബട്ടർ. ആ പീനട്ട് ബട്ടർ ആണ് കറക്റ്റ്. മൂത്തമ്മ എഴുതിയേക്കുന്നത് പീനട്ട് ബട്ടർ ആണ്. ഞാൻ റൈറ്റ് ആൻസർ. മറന്നുപോയായിരുന്നു കേട്ടോ. എനിക്ക് ടച്ച് ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. ടച്ച് ചെയ്യുന്നവർക്കാണ് പാട്. കിട്ടത്തില്ല. അത് കാര്യം വളി വളർത്ത ക്രീം പോലെ എന്തിനാ ഇരിക്കുന്നത്? എനിക്ക് അപ്പോഴാണ് ക്രീമാണ്. എടുത്തോ. അച്ഛനെ തിന്നാൻ തന്നെ. സ്മെല്ല്, ടച്ച്, ടേസ്റ്റ്. ടേസ്റ്റ്, സ്മെല്ല്. സ്മെല്ല് ആദ്യം പറ. ചേട്ടന്റെ മൂക്കി സ്മെല്ലിന് നീ പോടെ അതുകൊണ്ടില്ലെങ്കിൽ കുഞ്ഞിയുണ്ടോ? ഞാൻ പൊക്കിത്തരാം. നല്ല വാട ഉണ്ടല്ലോ. എന്നിട്ട് എന്താ കേറാത്ത? ഞാൻ ടേസ്റ്റാ. മൂക്കട്ടേക്ക് വീണു. അവർക്ക് തിന്നാനുള്ളത് ഇനി. ഇതെന്നാത്ത ചാതനം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വൃത്തിയട്ട സ്മെല്ല്. അയ്യോ, എനിക്ക് കിട്ടിയില്ലേ? കൊച്ചു ബാക്കിലോട്ട് പോയിന്നോ? എനിക്ക് അച്ഛൻ തിന്നു നോക്കിയടേ. അങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ചിട്ട് തൊട്ട് നോക്ക്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പോണം. എന്തിന് പറഞ്ഞു എന്തായാലും നോക്കാം. മനസ്സിലായി. മനസ്സിലായ? ഓക്കെ. ഇനി അടുത്ത ആളെ നമ്മളെ അമ്മ തിന്നു നോക്കാൻ പോവാണ് ഈ സാധനം. ഇവർക്ക് ഇത് കിട്ടാൻ ചാൻസ് കുറവാണ് കേട്ടോ. വിരൽ ഉറ. അമ്മ എഴുതിയേക്കുന്നത് വിരൽ ഉറ എന്താണ്? ഓക്കെ, വിരൽ ഉറ. അച്ഛൻ ഞാൻ തെറ്റായിരിക്കുന്നത്. മീൻ. മൂത്തമ്മ ചിക്കൻ അരച്ചത്. പക്ഷെ മൂത്തമ്മ കിട്ടി. പക്ഷെ എന്റെ പേര് ഇത് ചിക്കന്റെ സോസേജാ. ചിക്കൻ സോസേജ്. നീ കണ്ടിട്ടില്ലല്ലേ ആ സാധനം? ഞാൻ കാണിച്ചുതരാം. വെയിറ്റ്. ഇതാണ് ഐറ്റം. ഇതാണ് ഈ വാടക ഞാൻ തിരുന്നിരിക്കണം. നമ്മള് ഞാൻ കഴിച്ചിട്ട് നോക്കിയിട്ടില്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല ഈ സാധനം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഈ റൗണ്ടില് എനിക്ക് ടേസ്റ്റ്, ടച്ച്, സ്മെല്ല്. അപ്പൊ മൂക്കി വെക്കണമെന്ന് മൂക്കി വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. കിട്ടത്തില്ല. തൊട്ടാ പിന്നെ ധൈര്യമായിട്ട് തൊട്ടോ. 2 കൈ വേണമെങ്കിൽ തൊട്ടോ. ഞെക്കാനും നോക്കൂല. ജീവനുള്ളതാ. തിന്നുന്നേന്നാ? അതൊന്നും പറ്റത്തില്ല. എത്രയൊക്കെ മതി. അവരല്ലേലും ഞുണുക്ക് പരിപാടി കാണിക്കും. കണ്ണിടാൻ പോന്ന. അതാന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടുപിടിച്ചാ എന്തോന്ന്? അടുത്ത സ്മെല്ലുകാരാണ് കേട്ടോ പോണത്. എന്തരല്ലോ ഭീകര ഐറ്റം ആണ് കേട്ടോ. ദീപയ്ക്ക് കിട്ടുമായിരിക്കും. മതി മതി, അങ്ങോട്ടില്ല നീ. എന്തിനാ ഒരു കാറ്റ് അടിച്ച് കിട്ടിയില്ലേ? ഓക്കെ, പൊക്കോളൂ. അത് മൂക്കി കെട്ടണോ? മൂക്കി കെട്ടണം. മൂക്കി കെട്ടണോ? മൂക്കി കെട്ടണം. എടേ ഇത് മൂക്ക് ഇതാവുന്നടേ. ഇവിടെ പ്ലേറ്റ് ആയിരിക്കുന്നു. ഗ്യാസ് ഒക്കെ എടുത്തു പിന്നെ കുറ്റി സ്ലബും ഒക്കെ ഉണ്ട്. തൊടണ്ടേ? ഞാൻ തന്നേക്കാം. ഞാൻ അടുത്ത് നിന്നോളാം. വേണ്ട. പുളി. പുളി. ഓക്കെ, വൺസ് മോർ. ഓക്കെ, കുരു എനിക്ക് വേണ്ട. മൊസംബി. ഓറഞ്ച്. അത് കിട്ടൂല. അതല്ല, തെറ്റ്. പോ. എനിക്ക് ടച്ച് ഇതല്ലായിരുന്നോ? അപ്പൊ അതോണൊക്കെ അങ്ങനെ തോന്നിയില്ലേ? ഓറഞ്ച് ആണേ പറയും. ശരിയാ ശരിയാ, മനസ്സിലായില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഈ റൗണ്ടില് അമ്മയ്ക്ക് സ്മെല്ല്, അച്ഛന് ടേസ്റ്റ്, മുന്നന് ടച്ച്. ടച്ച്. പിതിക്ക് തരാൻ വേണേ ഒരെണ്ണം എടുത്ത്.
സ്മെല് കിട്ടിയാ? എന്തരടാ കണ്ടുപിടിച്ചാ? കിട്ടിയാ? എന്തരാണോ ഓ ഇവിടെ 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 ടച്ച്. ആ തൊട്ട് നോക്കിയോ? കിട്ടിയേ? ടേസ്റ്റ് ചെയ്യുന്നവര് വരും. ഇത് വൃത്തികെട്ട സാധനം. ഇനി അച്ഛൻ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ. വിശ്വസിച്ച് കഴിക്കുക. അച്ഛൻ കഴിച്ചു വെച്ചാ ഇത് മുട്ടനാടിന്റെ ഇതാ. എന്തിനാ പഴമാണോ? അച്ഛൻ കഴിയൊക്കെ ഉണ്ട്. അത് പോത് എന്റെ മോന്തെ തുപ്പാവാ. കടിക്കച്ചാ. Once more. ഓ ഇപ്പൊ കൊള്ളാല്ലേ? ഇതിനി മൊത്തം തിന്ന് തീർക്കുന്നിടം വരെ വൺസ് മോർ പറഞ്ഞോണ്ടിരിക്കും. ഓ ഇതിന്റെ പേരാണ് മനസ്സിലായ? മനസ്സിലായി. അപ്പൊ ഇനി ഇല്ല കേട്ടോ, ഇനി തരൂല. ഓക്കെ കുട്ടികളെല്ലാരും എഴുതിയോ? പേര് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി കോപ്പി അടിച്ചാ? കള്ളക്കളി കളിക്കല്ലേ? എനിക്ക് വാങ്ങിയിട്ടല്ലേ ഞാൻ കിട്ടിയത്. ആണോ? ആ കിട്ടി. ഓക്കെ പക്ഷെ അച്ഛന് ഞാനൊരു കുരുവും കളഞ്ഞു. അച്ഛനേ സത്യമല്ല. അയ്യേ അച്ഛൻ കണ്ടെഴുതി. അമ്മയുടെ കണ്ടെഴുതി അച്ഛൻ. ഇല്ല. ബ്ലൂബെറി. ഓ സോറി ബ്ലൂബെറി അല്ല, ഞാൻ എഴുതിയ ഞാവൽപ്പഴം. ഞാവൽപ്പഴം. അച്ഛൻ എഴുതിയേക്കുന്നതും ഞാവൽപ്പഴം. അതായത് അമ്മയുടെ കണ്ടത് ആയതുകൊണ്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് എനിക്ക് പേര് കിട്ടി രാത്രി. ശരി അച്ഛക്ക് സ്വന്തമായിട്ട് എഴുതിയതാണ്. ഒരു മിനിറ്റ് ഒന്ന് ചിരിക്കാതിരുന്നാണ്. ചിരിക്കാതി. അച്ഛൻ കണ്ടെഴുതിയതാന്ന് തോന്നുന്നു. ഒളിക്കാനും പഠിക്കണം. ഇല്ല. ഓക്കെ ഗൈസ്, ഈ റൗണ്ടില് എനിക്ക് സ്മെല്ല്, അമ്മയ്ക്ക് ടേസ്റ്റ്, മൂത്തമ്മയ്ക്ക് ടച്ച്. ഓക്കെ ആരൊക്കെ സ്മെല്ലിട്ടാലും കുഴപ്പമൊന്നുമില്ല. മൂക്കിലൊന്നും ഇടണ്ട. ആ എനിക്ക് സ്മെല്ല്. ആ സ്മെല് ചെയ്തോ. സ്മെല്ലാന്നാ? ധൈര്യമായിട്ട് സ്മെല് ചെയ്തു. ഫസ്റ്റ് ഞാൻ തന്നെ നോക്കാം. മണപ്പിച്ച് മേലോട്ടെടുത്ത് പൊക്കി തരണോ? വേണ്ട വേണ്ട, ഞാൻ എടുക്കാം. വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. വെയിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ തൊടാൻ പാടില്ല. വേണമെങ്കിൽ ടച്ച് ചെയ്തോ. ഇച്ചിരി മതി. മൂക്കൊക്കെ വെച്ച് ടച്ച് ചെയ്തോ, കുഴപ്പമില്ല. അയ്യേ മണം കിട്ടുന്നില്ല. മണം കിട്ടത്തില്ല. തൊടാൻ പാടില്ല. തൊടാൻ പറ്റില്ല. മുഖം വെച്ച് തൊട്ടോ, ധൈര്യമായിട്ട് തൊട്ടോ. ഇത് മണ്ണിന്റെ അടിയിലുള്ള സാധനം, വെയിലുണ്ട്. ഇത് മണമില്ല. ഇത് എന്നാ പിതുക്കി തന്ന കായാണ്. അങ്ങനെ പുതുക്കാൻ പിന്നെ മണം വരണ്ടേ? ശരി ഇപ്പൊ ശരി. എന്തെങ്കിലും മണം വന്നാലല്ലേ സ്മെല്ലാവും. അയ്യേ എനിക്കിതൊരു മണം വരുന്നില്ല. ഇല്ല കിട്ടി, അറിയത്തില്ല. മണമില്ലാത്ത എങ്കിൽ മുറിച്ചു മുറിക്കാനൊന്നും പറ്റത്തില്ല. വരട്ടാ? അത് തിന്നിറക്കല്ലേ, തൊണ്ടേ കൊടുക്കും. എന്ത് താ വിഴുങ്ങ്. അയ്യേന്നാ കിട്ടിയാ? വീട്ടുവോ? അടുത്ത ആളോ? ടച്ച് പോ. ടച്ച് ചെയ്തവർക്ക് എനിക്കൊന്ന് കിട്ടുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് കിട്ടും ടച്ചിങ്. ഓക്കെ മതി. മനസ്സിലായ? മൂക്കിട്ട് ഒരച്ചു നോക്കിയപ്പോ മനസ്സിലായി. ആണല്ലി പൊട്ടറ്റോ. എനിക്ക് ആദ്യമൊന്നും കിട്ടിയില്ലായിരുന്നു. അമ്മ എന്തിനാ എഴുതിയേക്കുന്ന? ചീമച്ചക്ക. ചീമച്ചക്കേ? ഞാൻ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എനിക്കില്ല മണ്ണ് പറ്റിയിരിക്കണ പറ്റത്തില്ല. എനിക്ക് ആദ്യമൊന്നും കത്തിയില്ല. എപ്പോഴാ കത്തിയെന്ന് എന്റെ വായി അരക്കൊട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ചലഞ്ച്? രസം ഉണ്ടായിരുന്നല്ലേ? അതൊക്കെ ആയിരുന്നട്ടെ. ഞാനന്ന് കുറച്ചുകൂടെ വിയർഡായിട്ടുള്ള സാധനമല്ല എടുത്തതെന്ന് തോന്നുന്നു. അച്ഛൻ നല്ല നല്ല ഇനം ചക്കകളും മാങ്ങകളും ഒക്കെ കൊണ്ട് സമ്പന്നമായിരുന്നു. കണിക്കുള്ള സാധനം മേടിച്ചോണ്ടാണ് അച്ഛൻ വന്നത്. എപ്പോഴും കിട്ടുന്ന സാധനമല്ലോ. അച്ഛൻ എനിക്ക് ഈത്തപ്പഴം തരും, ഞാൻ ഞണ്ട് കൊടുക്കും. ഹെൽത്തി ആയിട്ടുള്ളത് തരും. ഹെൽത്തി ഫുൾ.
ഇനി വേറെ കുറെ ഐറ്റം വേണ്ട. ഇനി സെക്കൻഡ് പാർട്ട് വരട്ടെ, നിന്നെ കൊണ്ട് തീറ്റിക്കും. ഇത് പെട്ടെന്നായി പോട്ടെ. യാഗസമയത്തിൽ അത്രയുള്ള എന്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.